പ്രശാന്ത്, ഈ പോറ്റിയെ കേറ്റിയെ പാട്ടിൽ വല്ലാത്തൊരു ആവേശമുണ്ടായിരുന്നു, വല്ലാത്തൊരു ആർജവമുണ്ടായിരുന്നു കേസെടുക്കാൻ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന്, അല്ലെങ്കിൽ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കനത്ത തിരിച്ചടി നേരിടുമെന്ന ഭയം സർക്കാരിന് ഉണ്ട്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഒരു നിലപാട് മയപ്പെടുത്തൽ എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പോറ്റിയെ കേറ്റിയ പാട്ട്, നമുക്കറിയാം അത് വല്ലാത്തൊരു തിരിച്ചടി സർക്കാരിന് ഉണ്ടാക്കുമെന്ന ഭയം ഇപ്പോൾ ഉണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി സർക്കാർ പിന്നോട്ട് പോവുകയാണോ പ്രശാന്ത്? രാഖി, ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനം, ആ പാരഡി ഗാനത്തിനെതിരെ വലിയ രീതിയിലുള്ള നടപടികളായിരുന്നു തിടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ അത് വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാർ മയപ്പെടുന്നു. കാരണം നിയമ നടപടികൾ വേണ്ട നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു കണ്ടെത്തൽ, എന്നൊരു വിവരമാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, കേസുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് നിയമവശം കൂടി ആരാഞ്ഞതിനു ശേഷം മാത്രം മതി എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പോലീസിനോട് കേസെടുക്കണമെന്ന് അടക്കമുള്ള കാര്യം പറയുമ്പോൾ പോലീസ് പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിയമപരമായി നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു കേസാണ് എന്ന് അറിയിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ കൂടി വരുന്നത് കൂടിയാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പാട്ടിനെതിരെ ഇത്തരത്തിൽ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ഇത് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ CPM പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് CPM സർക്കാരും കേസെടുക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഇതിൽ ഉണ്ടായത്. അതിന്റെ പിന്നാലെ പോലീസ് പിന്നീട് കേസെടുക്കുകയും ഇത്തരത്തിൽ തിരുത്തപ്പെട്ടുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം പാട്ട് നിരോധിക്കുകയും പാട്ട് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഇനി കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് തുടർ കേസുകളോ അല്ലെങ്കിൽ മറ്റു നടപടികളോ നിയമ നടപടികളോ ഒന്നും നിലവിൽ ഇനി വേണ്ട എന്ന നിലയിലേക്ക് സർക്കാർ എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ കേസ് എത്തിക്കഴിഞ്ഞാൽ നിലനിൽക്കില്ല, മാത്രമല്ല സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇനി കേസുകളൊന്നും വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ സൃഷ്ടാക്കളായവരെ വിളിച്ചു വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം തീരുമാനം പിന്നീട് സ്വീകരിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ പോറ്റിയെ കേറ്റി എന്ന പാട്ടിനെതിരെ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇതിലും വലിയ ആചാര ലംഘനങ്ങൾ നടത്തിയവരാണ് ഇത്തരത്തിൽ CPM, DYFI, അതോടൊപ്പം തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. ആ സംഘടനകളിൽ അയ്യപ്പസ്വാമി അടക്കമുള്ളവരെ ഇത്തരത്തിൽ ആക്ഷേപിച്ച രംഗത്ത് വന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അങ്ങനെയുള്ള അത്തരത്തിൽ വിശ്വാസത്തിനെ ഹത്യ ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചവരാണ് ഇന്ന് ഇത്തരമൊരു അതായത് ഈ പാട്ടിന്റെ പേരിൽ ആചാര ലംഘനം എന്ന നിലയിൽ അടക്കം അല്ലെങ്കിൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ പാർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ആചാര ലംഘനം ആയിട്ടുള്ളതൊന്നും നടന്നിട്ടില്ല എന്നത് വ്യക്തമാണെന്നിരിക്കുകയാണ് സർക്കാർ പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോയത്. തുടർന്നാണ് ഇതിന്റെ നിയമവശങ്ങൾ ആരായുന്ന സാഹചര്യത്തിലാണ് ഇത് കേസ് നിലനിൽക്കില്ല എന്ന വിവരം കൂടി സർക്കാർ ലഭിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇനി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോറ്റിയെ കേറ്റിയെന്ന കേസിലെ നടപടികൾ, നിയമ നടപടികളെല്ലാം സർക്കാർ നിർത്തിവെക്കുവാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇതിന്റെ പാർട്ടിന്റെ സൃഷ്ടാക്കളെ വിളിച്ചു വരുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല എന്ന നിലയിലേക്കും സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു.